ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്ക് നാരദ ഭക്തി സൂത്രങ്ങളിലെ 2ാമത്തെ അധ്യായം നോക്കാം. അതിൽ പരാഭക്തി മഹത്വത്തെക്കുറിച്ചാണ് മഹർഷി പറയുന്നത്. അവിടെ തുടങ്ങുന്ന 25ാമത്തെ സൂത്രം മുതലാണ്. സാധു കർമ്മജ്ഞാനയോഗേഭ്യോപ്യധികതര. അതായത് ഈ പരാഭക്തി കർമ്മം, ജ്ഞാനം, യോഗം ഇവയേക്കാളൊക്കെ മഹിമയേറിയതാണെന്ന് പറയുന്നു. ഇവിടെ പരാഭക്തിയാണ് ബാക്കിയുള്ള യോഗങ്ങളെക്കാളൊക്കെയും ശ്രേഷ്ഠമെന്ന് വർണ്ണിക്കുന്നു. ഇതിനുള്ള കാരണം ഇനി വരുന്ന സൂത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. സാധന എന്ന നിലയിൽ ഭക്തി ഇതര മാർഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ആചാര്യന്മാരൊക്കെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, യോഗമോ സാഖ്യമോ ധർമ്മമോ സ്വാധ്യായമോ തപസ്സോ ത്യാഗമോ ഒന്നും തീവ്രഭക്തിയെപ്പോലെ എന്നെ വശീകരിക്കാൻ സമർത്ഥമല്ല. സത്തുക്കളുടെയൊക്കെ പരമപ്രിയനായിട്ടുള്ള എന്നെ ശ്രദ്ധാപൂർവമുള്ള ഏകാന്ത ഭക്തി കൊണ്ട് പ്രാപിക്കാം. തന്നിൽ ഭഗവാനിൽ ഭക്തിയില്ലാത്തവനെ ധർമ്മമോ സത്യമോ ദയയോ വിദ്യയോ തപസ്സോ ഒന്നും തന്നെയും ശരിയായ വിധത്തിൽ പരിശുദ്ധനാക്കുകയില്ല. അതായത് ഭക്തി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും മറ്റുള്ള മാർഗങ്ങളെക്കാൾ മേലെയാകുന്നു. 26ാമത്തെ സൂത്രം ഫലരൂപത്വാത്. ഭക്തി ഫലരൂപമായതുകൊണ്ട് മറ്റു മാർഗങ്ങളെക്കാൾ മേലെയാകുന്നു. അങ്ങനെ ഭക്തി എന്നത് ഫലരൂപത്തിലായതുകൊണ്ട് മറ്റു മാർഗങ്ങളെക്കാൾ തന്നെയും ഉത്തമമാണ്. പരാഭക്തി എന്ന് പറയുന്നത് എല്ലാ സാധനകളുടെയും ഫലരൂപത്തിലുള്ളതാണ്. അതിനാൽ കർമ്മജ്ഞാന യോഗ സാധനകളെക്കാളും ശ്രേഷ്ഠമാകുന്നു. ഭക്തി എന്നാൽ നിത്യാനന്ദത്തിൻ്റെ അനുഭവമാണ്. ഭക്തി സർവ്വസാധനകളുടെയും ലക്ഷ്യമാണ്. അതായത് ബാക്കിയുള്ള ഓരോന്നിൻ്റെ, അതായത് കർമ്മത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ഒക്കെ ഫലം വേറെ വേറെയാണ്. എന്നാൽ ഭക്തിക്കു ഫലം എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്. 27ാമത്തെ സൂത്രം ഈശ്വരസ്യാപി അഭിമാനദ്വേഷിത്വാത് ദൈന്യപ്രിയത്വാച്ച. സ്വപ്രയത്നത്തെ ആശ്രയിക്കുന്ന അഭിമാനത്തോട് ഈശ്വരന് ദ്വേഷമുള്ളതുകൊണ്ടും താൻ നിരാലംബനാണെന്ന ബോധം കൊണ്ടുണ്ടാകുന്ന ദീനതയോട് ഈശ്വരന് പ്രിയമുള്ളതുകൊണ്ടും ഭക്തി ഇതര യോഗങ്ങളെക്കാൾ മേലെയാണെന്ന് പറയുന്നു. അതായത് നമുക്ക് അവിടെ ഒരു സംശയം വരാം, ഈശ്വരന് ദ്വേഷവും പ്രിയവും ഉണ്ടോ എന്നുള്ളത്. കാരണം ഭഗവാൻ പറയുന്നുണ്ട്, താൻ സകലരിലും സമനാണ്, പ്രിയനോ അപ്രിയനോ തനിക്കായിട്ട് ആരുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനൊരു കാരണം എന്ന് നമുക്ക് തോന്നും. അതായത് ഈശ്വരൻ്റെ കാരുണ്യം എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ തന്നെ ഉണ്ട്. എന്നാൽ അത് നമ്മളിലേക്ക് എത്താനായിട്ട് നാം അതിനനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം അനുഭവപ്പെടാതിരിക്കുന്നതും. ഈ അവസ്ഥയാണ് ഈശ്വരദ്വേഷം എന്ന് പറയുന്നത്. ഭഗവാന്റെ ആ ഒരു കാരുണ്യ പ്രവാഹത്തിന് വിലങ്ങായിട്ട് നിൽക്കുന്നത് അഹങ്കാരമാണ്. അതിനെ നീക്കിയിട്ട് ഈശ്വരൻ്റെ വാസസ്ഥാനമായിട്ടുള്ള ഹൃദയം ശുദ്ധമാക്കി വയ്ക്കുമ്പോൾ അഹങ്കാരം പിന്മാറും. അപ്പോൾ ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കും. അതിനെയാണ് ഈശ്വരൻ്റെ പ്രിയം എന്ന് പറയുന്നത്. ആത്മസമർപ്പണ രൂപമായിട്ടുള്ള ഭക്തി ഒഴിച്ച് ബാക്കി എല്ലാ ആധ്യാത്മ സാധനകൾ നമ്മൾ നോക്കിയാലും അതെല്ലാം സ്വന്തം പ്രയത്നത്തെ ആശ്രയിച്ചാണ്. കർമ്മയോഗി നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്നു, എന്നാൽ ഒരു കർത്തൃത്വ ബോധമുണ്ടാകും. ജ്ഞാനമാർഗം അവലംബിക്കുന്നവൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത് താൻ ശ്രവണം, മനനം, നിധിധ്യാസനം ഇതൊക്കെ ചെയ്ത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് മുക്തനായി തീരുമെന്നൊരു ബോധമുണ്ട്. അതുപോലെ തന്നെ യോഗിയാണെങ്കിലും മനസ്സിനെ ഒന്ന് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ സ്വാധീനമാക്കാൻ വേണ്ടിയിട്ട് പലതരം അഭ്യാസങ്ങൾ ഒക്കെ ചെയ്യുന്നു. അതായത് സ്വന്തം കഴിവിനെയാണ് അവിടെയും ആശ്രയിക്കുന്നത്. ഇവരൊക്കെ ഈശ്വരനിൽ നിന്നും ഇത്തിരി അകന്നു നിന്നിട്ടാണ് സ്വന്തം ലക്ഷ്യം പ്രാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ഇവയൊന്നും ഈശ്വരകാരുണ്യം കൂടാതെ സഫലമാവുകയുമില്ല. നമുക്കങ്ങനൊരു പ്രയത്നം ഉണ്ടാകാൻ തോന്നണമെങ്കിൽ പോലും, ഇപ്പോൾ കർമ്മയോഗമാകട്ടെ, ജ്ഞാനയോഗമാകട്ടെ, രാജയോഗമാകട്ടെ, ഏതായാലും അവിടെ എല്ലാം
ആ ഒരു തോന്നൽ വരാൻ പോലും ഈശ്വരൻ്റെ ആ ഒരു പരമ കരുണ വേണം. ഭക്തൻ എപ്പോഴാണോ തൻ്റെ അഹങ്കാരത്തെ ഈശ്വരന് കാഴ്ചവെക്കുന്നത്, അത്രയും ഒരു ശരണാഗതിയുടെ അവസ്ഥയിൽ വരുന്നത്, അപ്പോഴാണ് ആ അനുഗ്രഹം ലഭിക്കുക. ഭഗവാൻ എപ്പോഴാണ് അർജുനന് ഗീതോപദേശം നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രത്തോളം ശരണാഗതിയുടെ ഒരു അവസ്ഥയിലേക്ക് അർജുനൻ വന്നപ്പോഴാണ്. ഈ പറഞ്ഞതുപോലെ ഈ അഹങ്കാരമൊന്നും നമുക്ക് ഒഴിവാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് വലിയ എളുപ്പമൊന്നുമല്ല. ഇങ്ങനെ അഹങ്കാരം ഇത്തിരി കുറഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും തനിക്ക് അഹങ്കാരമില്ല. അങ്ങനെയുള്ളൊരു അഹങ്കാരം തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഉള്ള എല്ലാ അഹങ്കാരവും നിശ്ശേഷം നശിപ്പിച്ചാൽ മാത്രമേ ഈശ്വരൻ്റെ കാരുണ്യം നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഗോപികമാരുടെ കഥകൾ തന്നെ അറിയാം. ഗോപികമാർക്ക് എപ്പോഴാണോ തോന്നിയത് ഭഗവാന്റെ സവിശേഷമായിട്ടുള്ള സ്നേഹത്തിന് തങ്ങൾ അർഹരായി, അതിനൊക്കെ പാത്രീഭവിച്ചു എന്നൊക്കെ തോന്നിയത് എപ്പോഴാണോ, ആ സമയത്ത് ഭഗവാൻ അവരുടെ അടുത്ത് നിന്ന് പോയി എന്നുള്ളതാണ്. എന്നാൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു അഭിമാനം, ആ ഒരു ഭേദബുദ്ധി, ഇതൊക്കെ വിട്ടപ്പോൾ ഭഗവാൻ അവർക്ക് ദർശനമരുളി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭേദനിഷ്ഠമായിട്ടുള്ള അഹങ്കാരം ഈശ്വരപ്രാപ്തിക്ക് അനുകൂലമല്ല. നമ്മുടെ പുണ്യവും പാപവും എല്ലാം തന്നെയും സർവവും ഈശ്വരന് സമർപ്പിച്ച് ആ ദീനതയോടുകൂടി ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മിൽ പ്രീതനാവുക. പ്രാർത്ഥനയും ശരിയായ ആചരണവും ധ്യാനവും ഇതൊക്കെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള മാർഗങ്ങളാണ്. തീയുടെ അടുത്ത് നമ്മൾ ചെന്നെങ്കിലേ തണുപ്പ് മാറുകയുള്ളൂ. അതുതന്നെയാണ് ഈശ്വരനോട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവാന്റെ സാമീപ്യം അനുഭവപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മാറാനായിട്ടും സാധിക്കുകയുള്ളൂ. എപ്പോഴാണോ നമുക്ക് തോന്നുക താൻ ഭഗവാന് പ്രിയപ്പെട്ടവനാണ്, അത്രയും ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആ ഒരു അദ്വൈതമായിട്ടുള്ള ഒരു ബോധം നമ്മിലുണ്ടാവുക. തസ്യാഹ ജ്ഞാനമേവ സാധനമിത്യേകേ. 28ാമത്തെ സൂത്രം. പരാഭക്തി ലഭിക്കാൻ ജ്ഞാനം മാത്രമാണ് ഉപായം എന്നാണ് ചില ആചാര്യന്മാരുടെ അഭിപ്രായം. അറിവ് മാത്രമാണ് ഭക്തിക്കുള്ള മാർഗം എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. എന്തായാലും ഈ ലോകത്ത് അറിവ് നമുക്ക് വേണം, ആ ഒരു ജ്ഞാനശക്തി നമുക്ക് വേണം. അപ്പോൾ ആ അറിവ് ലഭിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യത്തോട് കൂടുതൽ ഒരു സ്നേഹം വരിക. അങ്ങനെ സ്നേഹം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി ഉണ്ടാകും. അപ്രകാരം നമുക്ക് പറയാം, ജ്ഞാനമാണ് ഭക്തിയുടെ ഒരു സാധനാമാർഗം. എപ്പോഴും ജ്ഞാനവും ഭക്തിയും ഒരുമിച്ച് പോകണം. ജ്ഞാനമില്ലാത്ത ഭക്തിയും ഭക്തിയില്ലാത്ത ജ്ഞാനവും അപകടകാരികളാണ്. ഈശ്വരനെക്കുറിച്ചും ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായത്തെക്കുറിച്ചും കുറച്ചെങ്കിലുമൊക്കെ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വഴിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ജ്ഞാനിതെനിക്ക് അത്യന്തം പ്രിയങ്കരനാണെന്ന്. ഉദ്ധവരോട് പറയുന്നതിലുമുണ്ട്, ജ്ഞാനാംശം കൊണ്ടുണ്ടാകുന്ന സിദ്ധി തപസ് കൊണ്ടും തീർത്ഥാടനം കൊണ്ടും ജപം കൊണ്ടും ദാനം കൊണ്ടും മറ്റു പവിത്രകർമ്മങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നതല്ല എന്ന്. ഭഗവാൻ ഇങ്ങനെ ഉപദേശിച്ചെങ്കിലും പല ഭാഗങ്ങളിൽ നമുക്ക് എല്ലാത്തിനുമുപരി ഭക്തി എന്ന് കാണാനും സാധിക്കും. നാരദ മഹർഷി ജ്ഞാനത്തെ പല മാർഗങ്ങളിൽ ഒന്നായിട്ടേ കണക്കാക്കുന്നുള്ളൂ. എന്നാൽ ചിലർ പറയുന്നത് ജ്ഞാനം മാത്രമേ ഉപായമുള്ളൂ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പോകണം എന്നുള്ളതാണ്. ജ്ഞാനവും ഭക്തിയും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. 29ാമത്തെ സൂത്രം. അന്യോന്യാശ്രയത്വമിത്യന്യേ. ഈ സാധനകൾ അന്യോന്യം ആശ്രയിക്കുന്നവയാണെന്ന് മറ്റു ചിലർ കരുതുന്നു. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇതൊക്കെ മനസ്സിൻ്റെ വിവിധ ഭാവങ്ങളാണ്. നമുക്ക് എന്ത് കാര്യം അറിയണമെങ്കിലും ആദ്യം ഒരു ഇച്ഛയുണ്ടാകണം, പിന്നെ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം സമ്പാദിക്കണം, പിന്നെ അത് പ്രവൃത്തി പദത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ജ്ഞാനമില്ലാതെ നമുക്ക് ആഗ്രഹിക്കാനും ജ്ഞാനവും ഇച്ഛയും ഇല്ലാതെ ക്രിയയിൽ ഏർപ്പെടാനും സാധ്യമല്ല. ക്രിയ കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടാത്ത ജ്ഞാനം ഗുണകരമാകുന്നുമില്ല. ഇതെല്ലാം തന്നെയും പരസ്പര ബന്ധത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് ഇച്ഛയും ജ്ഞാനവും ക്രിയയും ഒക്കെ തന്നെ
അന്യോന്യം ആശ്രയിച്ച് നിലകൊള്ളുന്നു. ഇതാണ് ചിലരുടെ അഭിപ്രായം. മഹാദേവൻ്റെ ത്രിശൂലം തന്നെ കാണിക്കുന്നത് ഈ 3 ശക്തികളെയുമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ആ ഒരു സ്വരൂപമായിട്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ദേവിയുടെ ഓരോ ഭാവങ്ങളായിട്ട് തന്നെ പറയുന്നു. ഇതെല്ലാം ആ സ്വരൂപമായിട്ട് ദേവിയുടെ സ്വരൂപം തന്നെയാണെന്ന് പറയുന്നു ഈ 3 ശക്തികളും. അപ്പോൾ ജ്ഞാനമാണ് ഭക്തിയുടെ സാധനാമാർഗം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജ്ഞാനവും ഭക്തിയും കർമ്മവും ഇതെല്ലാം തന്നെയും പരസ്പര പൂരകങ്ങളാണ്, പോഷകങ്ങളാണ്. അതാണ് ചില ആചാര്യന്മാരുടെ അഭിപ്രായം. 30ാമത്തെ സൂത്രം സ്വയം ഫലരൂപതേതി ബ്രഹ്മകുമാരഃ. അതായത് ഭക്തി തന്നെയാണ് ഭക്തിയുടെ ഫലം എന്നാണ് നാരദ മഹർഷിയുടെ അഭിപ്രായം. ഭക്തി എന്നത് ബാക്കിയുള്ള യോഗങ്ങളെക്കാളൊക്കെയും ശ്രേഷ്ഠമാണ്. അത് ഫലരൂപത്തിൽ തന്നെ ഉള്ളതാണ്. കാരണം ഭക്തിയുടെ ഫലം ഭക്തി തന്നെയാണ്. ഈശ്വരന് അഹങ്കാരം അപ്രിയമാണ്, അഹങ്കാരരാഹിത്യം പ്രിയമാണ്. ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവേക വൈരാഗ്യങ്ങളൊക്കെയും ഉണ്ടാകുന്നു. അപ്പോൾ അഹങ്കാരം ഉള്ളിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെയും പരസ്പരം ബന്ധപ്പെട്ടുള്ളതാണ്. നാരദ മഹർഷിയുടെ അഭിപ്രായത്തിൽ ഭക്തി എന്നത് പരമപ്രേമമാകുന്ന അനുഭൂതിയാണ്. അത് ഒരു സാധനയുടെയും ഫലമല്ല, അത് സ്വയം പ്രകാശിക്കുന്നതാണ്, ആനന്ദരൂപമാണ്. ഈശ്വരാനുഭൂതി എന്ന് പറയുന്നത് നിത്യമാണ്, അതെപ്പോഴും വിളങ്ങുകയും ചെയ്യും. അപ്പോൾ ഭക്തി സാധന എന്തിനാണെന്ന് വെച്ചാൽ ഈശ്വരകാരുണ്യത്തിൻ്റെ ആ ഒരു ശരിക്കുമുള്ള പോക്കിന് തടസ്സമായി നിൽക്കുന്ന അഭിമാനത്തെ അല്ലെങ്കിൽ ഭേദബുദ്ധിയെ നീക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭക്തിയും ജ്ഞാനവും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഒരു ഭാര്യ ഭർത്താവിനെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നു, എന്നാൽ ഭർത്താവ് ഭക്ഷണത്തിനും സേവനത്തിനും ഭാര്യയെ ആശ്രയിക്കുന്നു. ഇതാണ് അന്യോന്യാശ്രയത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതെല്ലാം. ജ്ഞാനവും ഭക്തിയും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ നാരദ മഹർഷിയുടെ അഭിപ്രായത്തിൽ പരമമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് നിത്യവും ആനന്ദരൂപവും സ്വയം ദത്തവുമാകുന്നു. ജ്ഞാനവും ഭക്തിയും ഒക്കെ ചേർന്ന് തന്നെ പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 31ാമത്തെ സൂത്രം രാജഗൃഹ ഭോജനാദിഷു തഥൈവ ദൃഷ്ടത്വാത്. രാജാവ്, ഗൃഹം, ഭോജനം തുടങ്ങിയവയിലും അങ്ങനെ തന്നെയാണ് കാണപ്പെടുന്നത് എന്നതുകൊണ്ടും, അതായത് സ്വപ്രയത്നത്തിൻ്റെ ഫലമായിട്ടല്ല പരമപ്രേമം അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കൊട്ടാരങ്ങളിൽ ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ധാരാളമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് ആനന്ദമാണ്, സുഖമാണ്. സുഖം ആത്മാവിൻ്റെ സ്വഭാവം തന്നെയാണ്. ദേഹാഭിമാനം മൂലമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആ ദേഹാഭിമാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആനന്ദവും സുഖവും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. 32ാമത്തെ സൂത്രം ന തേന രാജ പരിതോഷ ക്ഷുത്ശാന്തിർവ. അതായത് വെറുതെയുള്ള അറിവ് കൊണ്ട് ഒരു രാജാവ് സന്തോഷമോ വിശപ്പിൻ്റെ ശമനമോ കണ്ടെത്തുന്നില്ല. അപ്പോൾ വെറുതെ നമുക്ക് ജ്ഞാനം ലഭിച്ചാൽ നമുക്ക് ഭക്തി എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. അതായത് ഭക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞാൽ വിശപ്പ് ശമിക്കില്ല, ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ വിശപ്പ് ശമിക്കുകയുള്ളൂ. അപ്പോൾ പരമപ്രേമരൂപമായിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ യാതൊരു മറ്റുള്ള സാധനയുടെയും ഒന്നും ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നതല്ല. അത് സ്വയം പ്രാപ്തമാണെന്നും ആനന്ദ സ്വരൂപമാണെന്നും നിത്യമാണെന്നുമാണ് ഇവിടെ മഹർഷി പറയുന്നത്. 33ാമത്തെ സൂത്രം തസ്മാത് സൈവ ഗ്രാഹ്യ മുമുക്ഷുഭിഹി. അതിനാൽ പരാഭക്തി തന്നെയാണ് സംസാരമോചനം കാക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൻ സ്വീകരിക്കേണ്ടത്. ഇവിടെ പരാഭക്തിയെക്കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഭക്തൻ്റെ ദൃഷ്ടിയിൽ പരാഭക്തി തന്നെയാണ് മോക്ഷം. സാധകൻ പരാഭക്തിയെ തൻ്റെ പരമലക്ഷ്യമായിട്ട് സ്വീകരിക്കണം. അത് മറ്റൊന്നിൻ്റെയും ഉപായമോ ഉപാംഗമോ അല്ല. പരാഭക്തിക്ക് ആ പരാഭക്തി തന്നെയാണ് പരമപദം എന്ന് മനസ്സിലാക്കുക. സംസാരത്തിൽ അകപ്പെട്ട് വലയുന്നവർക്ക് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഭക്തി എങ്ങനെ ഉണ്ടാകുമോ, എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ, അങ്ങനെ നമ്മൾ ആ ഭക്തി ഉണ്ടാക്കിയെടുത്താൽ മംഗളകരമായിട്ടുള്ള മറ്റൊരു മാർഗവുമില്ല. നമുക്ക് ആ സംസാരത്തെ ഭേദിക്കാനായിട്ട് ഭഗവാൻ ഭക്തി വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം.
അപ്പോൾ എല്ലാ തരത്തിൽ നമ്മൾ നോക്കിയാലും ഹരിഭജനം തന്നെയാണ് മുമുക്ഷുവിൻ്റെ കർത്തവ്യം എന്ന് നമുക്ക് പറയാം. അതായത് ഭക്തിമാർഗം എന്ന് പറയുന്നത് മുമുക്ഷുക്കളാണ് ചെയ്യേണ്ടത്. ഹരി ഓം തത്സത്. നന്ദി, നമസ്കാരം.